പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ബ്രഹ്മാവ് മകളെ പ്രാപിക്കാൻ പോയി എന്നതാണ്. സ്വാമിയുടെ ആവിഷ്കരണം കട്ടി കൂടിയതായി തോന്നുന്നുവെങ്കിലും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതിനാൽ എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ഈശ്വരൻ അഥവാ ബ്രഹ്മം. അത് ബൃഹത്താണ്, എന്നാൽ അണുവുമാണ്. ആദ്യം അത് അണ്ഡരൂപത്തിലായിരുന്നു. ആ ശക്തി വിശേഷത്തിൻ്റെ ആവിർഭാവമാണ് വികസിക്കൽ. അണ്ഡം പൊട്ടിയ ശബ്ദമാണ് ഓംകാരം അഥവാ പ്രണവം. ബൃഹത്തായ ആ ചൈതന്യം സൂക്ഷ്മരൂപത്തിൽ പ്രാണനായി പരിണമിച്ചു. സ്ഥൂല രൂപത്തിൽ ആദ്യമായി രൂപം കൊണ്ടതാണ് ബ്രഹ്മാവ്. കര കാണാത്ത പരന്ന ജലാശയത്തിൽ ഏക താമരയുടെ മുകളിൽ അയാൾ ഇരിക്കുന്നു. ബ്രഹ്മചൈതന്യം ഓരോ ഭൂതങ്ങളിലും അണുരൂപത്തിൽ വ്യാപിച്ചതിൻ്റെ പേരാണ് വിഷ്ണു. ആദ്യമായി സൂക്ഷ്മരൂപത്തിൽ വെള്ളത്തിൽ ശയനഭാവത്തിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും വന്നിരിക്കുന്ന താമരയിലാണ് സ്ഥൂല ശരീരനായ ബ്രഹ്മാവ് ഇരിക്കുന്നത്. ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിക്ക് ഊർജം കൊടുക്കുന്നത് അമ്മയുടെ പൊക്കിൾ കൊടിയിലൂടെയാണ്. അതുപോലെ വിഷ്ണുവിൻ്റെ പൊക്കിൾ കൊടിയാണ് ബ്രഹ്മാവ് ഇരിക്കുന്ന താമരയും. ചുറ്റുപാട് ആരെയും കാണാനില്ല. 4 ഭാഗത്തും വെള്ളം. എന്നെ സൃഷ്ടിച്ചതും ഇവിടെ കൊണ്ട് ഇരുത്തിയതും ആരാണെന്ന് അറിയുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നും അറിയില്ല. സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആകാശത്ത് ഒരു അശരീരി കേട്ടു. തപ 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 എന്ന് 3 പ്രാവശ്യം. അപ്പോൾ മനസ്സ് പറഞ്ഞു തപസ് ചെയ്യാനാണെന്ന്. ഉടനെ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ തയ്യാറായി. പ്രണവമാണ് പ്രചോദനമായ മന്ത്രം. കാലങ്ങൾ അനവധി കഴിഞ്ഞു. തപസ്സിൽ നിന്നും നിവൃത്തി നേടി. അപ്പോൾ മനസ്സിൽ ഒരു പ്രചോദനമുണ്ടായി. ഞാൻ താൻ സൃഷ്ടിച്ച അഥവാ കർമ്മം ചെയ്യുവാനാണ് വന്നതെന്ന്. ആദ്യം 51 അക്ഷരങ്ങളും അതിൽ നിന്നും മന്ത്രങ്ങളും മന്ത്രങ്ങൾക്ക് ദേവതകളെയും സൃഷ്ടിച്ചു. ആദ്യ കാലങ്ങളിൽ സങ്കല്പം കൊണ്ടാണ് ഓരോന്നും സൃഷ്ടിച്ചിരുന്നത്. പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, ത്രിഗുണങ്ങൾ, മാനസപുത്രന്മാർ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, പക്ഷി, മൃഗാദി, ഇഴ, ജല ജീവികൾ, മാനവരെയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ പ്രകൃതിയുണ്ടായി. അനവധി സൃഷ്ടിക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാനായിരുന്നു. തൻ്റെ സൃഷ്ടിയിൽ വിശേഷമായത് ഏതാണെന്ന് ഒന്ന് പരിശോധിക്കാം എന്ന് ചിന്തിച്ചു. പരിശോധനയ്ക്കിടയിൽ ബ്രഹ്മാവ് അന്താളിച്ചുപോയി. തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠവും അനുഭവിപ്പാൻ നല്ലതും വശീകരിക്കാൻ കഴിവുള്ളതും
മറക്കാനാവാത്തതുമായ ത്രിലോകത്തിലും സുന്ദരിയായ സരസ്വതിയെ കണ്ടു. ആ സുന്ദര കാഴ്ചയിൽ ബ്രഹ്മാവിൻ്റെ കാമവാസന വികസിച്ചു. മുഖഭാവം മാറി. ഉടനെ പ്രാപിക്കണമെന്നു മോഹിച്ചു. തൻ്റെ സൃഷ്ടിയിലെ മകളാണെന്ന ബോധം പോലും നഷ്ടമായി. അച്ഛനാകുന്ന വിരിഞ്ചൻ്റെ മുഖഭാവം കണ്ടതോടെ സരസ്വതിക്ക് ഈ നോട്ടം ശരിയല്ല, ഒരു പന്തികേടുണ്ട്. അച്ഛനാണ് ഏക ആശ്രയം, അതും ഇപ്പോൾ നഷ്ടമായി. ഉടനെ ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് കരുതി അവിടെ നിന്നും രക്ഷാകേന്ദ്രം നോക്കി സരസ്വതി ഓടി. പിന്നാലെ ബ്രഹ്മാവും ഓടി. വഴിമധ്യേ അഭയം കിട്ടാനായി ഒന്നും കാണുവാനില്ല. ഓടി ഓടി കൈലാസത്തിൽ ശിവൻ്റെ മന്ദിരത്തിൽ എത്തിപ്പെട്ടു. ശിവൻ കാര്യങ്ങളെ അന്വേഷിച്ച് നിൽക്കെ ബ്രഹ്മനും അവിടെ എത്തി. ശിവൻ ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തുകയും കാമത്തിന് അടിമയായ മുഖത്തെ പിഴുത് എറിയുകയും ചെയ്തു. സരസ്വതിയെ രക്ഷിച്ചു എന്നാണ് പുരാണ കഥ. ഈ കഥയെ ആധ്യാത്മികമായി ഒന്ന് വിചാരം ചെയ്യാം. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്ത കർമ്മങ്ങൾ രൂപം കൊണ്ടു. ഓരോന്നിനും ഓരോ ദേവതാ സങ്കല്പങ്ങളും ഉണ്ടായി. അതിൽ വിദ്യയ്ക്കാണ് പ്രാധാന്യമുള്ളത്. വിദ്യാദേവത സരസ്വതിയാണ്. വിദ്യയില്ലാതെ ഒരു കർമ്മവും നടക്കില്ല എന്നാണ് ലോക സമ്മതം. അപ്പോൾ ബ്രഹ്മാവ് വിദ്യയെ അഥവാ സരസ്വതിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വിദ്യ എത്ര നേടിയാലും അത് അകലെയാണ്. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, കറ്റത് കൈ അളവ്, കല്ലാത്തത് കടലളവ് എന്ന്. നാം നേടിയിരിക്കുന്ന വിദ്യ ഒരു പിടി മാത്രമാണ്. ഇനി നേടാനുള്ളത് കടലളവ് എന്നാണ് അർത്ഥം. അറിവ് ഒരു കാലത്തും നേടി കഴിയില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ബ്രഹ്മാവ് പുറകെ ഓടി എന്നതിൻ്റെ താൽപ്പര്യം. ശിവമന്ദിരത്തിൽ സരസ്വതി എത്തി. ബ്രഹ്മാവിനെ ശിവൻ തടയുകയും കാമത്തിനടിമയായ മുഖത്തെ പിഴുത് കളയുകയും ഉണ്ടായി. വിദ്യ നേടി നേടി പൂർണ്ണതയിൽ എത്തുമ്പോൾ മംഗളമാകുന്നു, അഥവാ ശിവം. പൂർണ്ണ അറിവ് നേടിയാൽ എല്ലാ വാസനകളും അടങ്ങും. അതാണ് കാമ പരവശമായ മുഖം പിഴുതെറിഞ്ഞത്. ഇനി വിവരണം നോക്കാം. ബ്രഹ്മാവ് മനസ്സാകുന്നു. മനസ്സിലെ വ്യത്യസ്ത ചിന്തകളാണ് ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങൾ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിലാണ് 51 അക്ഷരങ്ങളും വേദമന്ത്രങ്ങളും ദേവതകളും ഉണ്ടായത്. വിദ്യയുടെ ദേവത സരസ്വതി. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ഉണ്ടായ വിദ്യ, അതിൻ്റെ ദേവത സരസ്വതി ബ്രഹ്മാവിൻ്റെ മകളാകുന്നു. വിദ്യയെ ശരിക്കും നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് നേടണമെന്ന ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും അനുഭവിപ്പാൻ ആഗ്രഹമുണ്ടാവും. വിദ്യ എന്നും സുന്ദരമാണ്, ക്ഷയമില്ലാത്തതാണ്, മോഹിപ്പിക്കുന്നതാണ്. അതാണ് വിദ്യ. പ്രത്യേകിച്ചും ആത്മവിദ്യ നേടിക്കഴിഞ്ഞാൽ അപ്പോൾ മനസ്സ് ശാന്തമാകും. അഥവാ ചിന്തകൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അടങ്ങും. ഈ ലോകം ഉണ്ടെന്ന് തോന്നുന്നത് മനസ്സിൻ്റെ സങ്കല്പമാണ്. ഉറങ്ങുന്ന ആൾ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണുന്നു. ഉണർന്നാൽ ഒന്നുമില്ലാതാണ്. സുഖമായി ഉറങ്ങിയ ആൾ ഒന്നും കണ്ടില്ല. ഉണർന്നപ്പോൾ താൻ പോലും ഉണ്ടെന്ന് അറിയുന്നത്. അതാണ് മനസ്സിൻ്റെ
പ്രവൃത്തി. ശിവൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ബ്രഹ്മാവും സരസ്വതിയും ഒരേ സ്ഥലത്ത് ഒതുങ്ങി. പൂർണ്ണ അറിവ് ഉണ്ടായാൽ തൃക്കുമില്ല, ദൃശ്യവുമില്ല. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. ഈ അനുഭവത്തിന് വേണ്ടി കുട്ടികളെ കയ്പുള്ള കഷായം കുടിപ്പിക്കാനായി മധുരം കാണിച്ചു കൊടുക്കും. കുട്ടിയുടെ അസുഖം മാറാൻ അമ്മയും മധുരത്തിന് വേണ്ടി കഷായം കുടിക്കുന്ന കുട്ടിയും. ഇതുപോലെ സാധാരണ ആളുകൾക്ക് തത്വം ഗ്രഹിക്കുവാൻ വേണ്ടി പൂർവികന്മാർ ഓരോ തത്വങ്ങളെയും മധുരമായ കഥകളിലൂടെ ആവിഷ്കരിച്ചു എന്ന് മാത്രം. ഒരു കഥയിൽ സരസ്വതി ബ്രഹ്മാവിൻ്റെ ഭാര്യയായി കാണാം. മനസ്സിൻ്റെ അധീനതയിൽ വിദ്യയെ അനുസന്ധാനം ചെയ്യുന്നതിനാൽ ബ്രഹ്മാവിൻ്റെ ഭാര്യ എന്ന് പറയുന്നു. വേറൊരു കഥയിൽ വിഷ്ണുവിൻ്റെ ഭാര്യയെ കാണാം. വിഷ്ണു ആത്മാവും ആത്മാവിനെ ആത്മാവായി കാണിച്ച് തരുന്നത് വിദ്യയാകയാൽ അവിടെയും ഭാര്യാസ്ഥാനം കൽപ്പിക്കുന്നു. പിന്നൊരു കഥയിൽ വിഘ്നേശ്വരൻ്റെ ഭാര്യയായി സരസ്വതിയെ കാണാം. ഇവിടെ ബുദ്ധി ഗണപതി, സിദ്ധി ഗണപതി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സരസ്വതിയും ഒരു ഭാഗത്ത് ലക്ഷ്മിയും ഉണ്ടാവും. സിദ്ധി എന്നത് സമ്പത്തിൻ്റെ കൂമ്പാരമാണ്. അത് നമ്മളെ ആപത്തിൽ ചാടിക്കുന്നതാണ്. ജ്ഞാനിയായ ഒരുവന് സമ്പത്ത് വെറും മണ്ണ് മാത്രമാണ്. അത് വിദ്യ കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ആയതിനാൽ വിഘ്നേശ്വരൻ്റെ ഭാര്യമാരായി സങ്കല്പിച്ചിരിക്കുന്നു. അദ്വൈതത്തിൽ ഒന്ന് ചിന്തിക്കാം. ബ്രഹ്മം എന്ന സത്യം ആത്മചൈതന്യം മാത്രമാണ്. ആത്മാ എന്ന് പരമാത്മ എന്നും പറയുന്നത് ഒന്ന് തന്നെ. പരമാത്മാ ബ്രഹ്മം അഥവാ ഈശ്വരൻ ജീവാത്മ ശരീരമാകുന്ന ഉപാധിയിൽ അണുരൂപത്തിൽ വസിക്കുന്നു. എങ്ങനെയെന്നാൽ സമുദ്രജലം പരമാത്മാ, ആ ജലം അല്പം കുംഭത്തിലാവുമ്പോൾ കുംഭജലം ജീവാത്മാ. ഉപാധി കുംഭം. രൂപം കൊണ്ട ശരീരം പ്രാരബ്ധം അനുഭവിപ്പാൻ ആത്മ ജീവഭാവം കൊണ്ട് അണുരൂപത്തിൽ ഉള്ളിൽ വസിക്കുന്നു. പ്രാരബ്ധം അവസാനിക്കുമ്പോൾ ഉപാധിയെ ഉപേക്ഷിക്കുന്നു. കുംഭത്തിലെ ജലം കുംഭം പൊട്ടിയാൽ വീണ്ടും സമുദ്രജലം പോലെ. അതുകൊണ്ട് ഉപാധിയിൽ അണുരൂപത്തിൽ വസിക്കയാൽ വിഷ്ണു എന്ന് പറയുന്നു. അത് നാശമില്ലാത്തതും ആണ്, നശിപ്പിക്കാനാവാത്തത്, രണ്ടെന്ന ഭാവമില്ലാത്തത്, ജാതി മതം വർഗം ഗോത്രം എന്ന ഭേദമില്ലാത്തത്, കാണാനാവാത്തത് എന്നാൽ അനുഭവിക്കുന്നതുമാണ്, അകലെയാണ് എന്നാൽ അടുത്തുമാണ്. ആ വിഷ്ണുവിൻ്റെ മനസ്സാണ് ബ്രഹ്മാവ്. മനസ്സാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. എൻ്റെ മനസ്സ് ഞാൻ തന്നെയാണ്. അപ്പോൾ ആത്മാവാകുന്ന വിഷ്ണു കർമ്മപ്രേരണയ്ക്കായി മനരൂപത്തിൽ ബ്രഹ്മമായി. മനസ്സ് സൃഷ്ടിക്കുന്ന നാനാതരം ചിന്തകളാണ് നാല് മുഖം. കർമ്മപ്രേരണനാകയാൽ ഭൂതങ്ങളെ സ്വീകരിച്ച് അങ്ങനെ സൃഷ്ടികർത്താവായി. പകൽ കർമ്മം കഴിഞ്ഞ് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ മനസ്സ് അടങ്ങി, കർമ്മങ്ങളും ക്ഷയിച്ചു. വിഷ്ണുവിൽ നിന്നുണ്ടായ മനസ്സ് കർമ്മത്തെ വിട്ട് വിശ്രമിച്ചപ്പോൾ ശൂന്യമായി. ഇപ്പോൾ ശിവം അഥവാ മംഗളമായി. അതാണ് സംഹാരം. ഭാവി ഭൂതം വർത്തമാനം ഒന്നുമില്ലാത്ത സുഖനിദ്ര. കുടത്തിലെ ജലം സമുദ്രത്തിൽ ലയിച്ചു, ഒന്നു മാത്രമായി. ഇതാണ് അദ്വൈതം. ആദിയും മധ്യവും അന്തവും ഒന്നാകുന്നു. ഇതാണ് സത്യം. ഹരി ഓം.